ഹരേ കൃഷ്ണ. ഇന്ന് സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ, ആ ഭക്തൻ ശീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതാണ് മെമ്മറീസ് ഓഫ് ശീല പ്രഭുപാദ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ പുസ്തകത്തിൽ വായിച്ചൊരു കാര്യമാണ്. അതില് യമുന മാതാജി പറയുന്ന ഒരു കാര്യമാണ്. അന്ന് യമുന മാതാജി ആദ്യമായിട്ട് ശീല പ്രഭുപാദിനെ കണ്ട ഒരു സമയത്തെ കുറിച്ചാണ് പറയുന്നത്. യമുന മാതാജിയുടെ സഹോദരി ജാനകി, അവരാണ് ആദ്യമായിട്ട് ശീല പ്രഭുപാദിന്റെ അടുത്തുനിന്ന് ദീക്ഷയെടുത്ത ലേഡി ഡിസേപ്പിൾ, വുമൺ ഡിസേപ്പിൾ. അപ്പം മുകുന്ദ പ്രഭുവും ജാനകി മാജിയുടെയും വിവാഹമാണ്. ഫസ്റ്റ് ഡേ പ്രഭുപാദ് അവർക്ക് ദീക്ഷ കൊടുത്തു. പിന്നെ സെക്കൻഡ് ഡേ അവരുടെ വിവാഹമാണ് പ്രഭുപാദ് ചെയ്തത്. അപ്പൊ വിവാഹത്തിന് തീർച്ചയായിട്ടും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരണം. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് യമുന മാതാജി അവിടെ ക്ഷേത്രത്തിൽ വരുന്നത്. തന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയാണ് വരുന്നത്. അപ്പൊ യമുന മാതാജി ആദ്യമേ വന്ന സമയത്ത് കയറി വന്നപ്പം പ്രഭുപാദ് അവിടെ നിൽക്കുകയായിരുന്നു. പ്രഭുപാദ് ഇപ്പൊ ഫസ്റ്റ് ഡേ ഇനിഷ്യേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. ഇനിഷ്യേഷൻ കഴിഞ്ഞിട്ട് തലേ ദിവസമാണ് വന്നത്. അപ്പൊ ആ ദിവസമായിരുന്നു ഇനിഷ്യേഷൻ. അപ്പൊ ഇനിഷ്യേഷൻ കഴിഞ്ഞ സമയത്താണ് യമുന മാതാജി വരുന്നത്. ഇനിഷ്യേഷൻ കഴിയുമ്പോൾ സാധാരണ ദീക്ഷ കഴിയുമ്പം എല്ലാവരും പ്രസാദം കൊടുക്കും, പ്രസാദം വിതരണം ചെയ്യും ദീക്ഷ എടുത്ത്. അന്ന് പക്ഷെ വേറെ ആരുമില്ല, എല്ലാം പുതിയ പുതിയ ആൾക്കാരാണ്. പ്രഭുപാദാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ പ്രഭുപാദ് കുക്ക് ചെയ്തു. 12 ദീക്ഷയെടുത്ത ഭക്തന്മാരുണ്ടായിരുന്നു. അവർ 12 പേർക്കും പ്രഭുപാദ് കുക്ക് ചെയ്തു. അപ്പം പ്രഭുപാദ് ഒരാളെ ഒഴിച്ച്, അതായത് കീർത്തനന്ദ മഹാരാജ് ഇല്ലായിരുന്നു, ബാക്കി 11 പേർക്കും കൂടെയാണ് പ്രഭുപാദ് കുക്ക് ചെയ്തത്. അപ്പം അന്ന് നല്ല യമുന മാതാജി പറയുന്നത്, ആദ്യം പ്രഭുപാദിനെ കണ്ട സമയത്ത് യമുന മാതാജിയോട് ചോദിച്ചു, ഇങ്ങനെ ആരാണ്, പേരെന്താണ് എന്നൊക്കെ ചോദിച്ചു. ജോആൻ എന്നാണ് പേരെന്ന് പറഞ്ഞു. അപ്പം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ എപ്പോഴാ വരുന്നതെന്ന് ഇങ്ങനെ പ്രഭുപാദ് ചോദിച്ചു. അപ്പം യമുന മാതാജി പറഞ്ഞു, ഞാൻ മാത്രമേ വരുന്നുള്ളൂ, വേറെ ആരും വരുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, സാധാരണ ഇന്ത്യയിലാണെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരും, സാരമില്ല, നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ഓരോ ഡിവോട്ടീസിനും പ്രസാദം വിളമ്പി. ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പം ഒരു അത്ര വിശപ്പായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് 10ഉം 12ഉം ചപ്പാത്തികളാണ് ഒരു ഡിവോട്ടി കഴിച്ചതെന്ന് പറയുന്നു. അപ്പൊ യമുന മാതാജി ഫസ്റ്റ് ആയിട്ട് പ്രഭുപാദാണ് സർവ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും മനോഹരമായിട്ട് ഒരു സർവീസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് മാതാജിക്ക് കാണുന്നതെന്നാണ് യമുന മാതാജി പറയുന്നത്. അത്ര സ്നേഹത്തോടുകൂടി, ഉള്ളിൽ നിന്നുള്ള സ്നേഹത്തോടു കൂടിയാണ് പ്രഭുപാദ് ഓരോ ഭക്തന്മാർക്കും സേവനം ചെയ്യുന്നത്. അപ്പം ഓരോ പേർക്കും അവർ 10ഉം 12ഉം ചപ്പാത്തികളാണ് അവരന്ന് കഴിച്ചതെന്ന് പറയുന്നു. അപ്പം ഈ ശീല പ്രഭുപാദ് തന്നെയാണ് ഈ 12 പേർക്കുള്ള ഈ ഇത്രയും ചപ്പാത്തിയും ഉണ്ടാക്കിയത്. അപ്പം 120ഓളം ചപ്പാത്തികൾ പ്രഭുപാദ് ആ സമയത്ത് ആ നേരം കൊണ്ട് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത്ര സ്നേഹത്തോടു കൂടി വീണ്ടും വീണ്ടും കഴിക്കൂ എന്ന് പറഞ്ഞാണ് പ്രഭുപാദ് കൊടുത്തതെന്ന് യമുന മാതാജി പറയുന്നു. അപ്പൊ യമുന മാതാജി തന്റെ അതാണ് യമുന മാതാജി ആദ്യമായിട്ട് പ്രഭുപാദിനെ കണ്ടപ്പോൾ ഉള്ള അനുഭവം. അതില് യമുന മാതാജി ഒരു പോയിന്റ് പറയുന്ന, സാക്ഷാത്കാരം പറയുന്നതെന്ന് പറഞ്ഞാല്, ഏതൊരു വ്യക്തിയാണ് ഏറ്റവും മികച്ച സർവന്റ്, അദ്ദേഹമായിരിക്കും ഏറ്റവും മികച്ച മാസ്റ്റർ. കാരണം അദ്ദേഹത്തിന് എല്ലാവരും സെർവ് ചെയ്യാനുള്ള മൂഡുണ്ട്. അതുകൊണ്ട് അദ്ദേഹമാണ് ഏറ്റവും മികച്ച മാസ്റ്റർ ആയിരിക്കുന്നതെന്ന് പ്രഭുപാദിന്റെ ഈ മനോഭാവത്തെ കണ്ട് യമുന മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ.